നോക്കൂ, ബെയ്ലി ദാസ് സീനിയർ അഡ്വക്കേറ്റ്, അയാൾ ഈ ജൂനിയർ അഡ്വക്കേറ്റായ ആ ലേഡിയെ ഇത്രയും ഉപദ്രവിച്ച് അയാളെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാമായിരുന്നു. തക്ക ശിക്ഷ അയാൾക്ക് കിട്ടുമായിരുന്നു. ഈ ബാർ അസോസിയേഷൻ അപ്പോൾ തടഞ്ഞില്ലായിരുന്നു, അയാൾ അപ്പം കിട്ടുമായിരുന്നു. ഇനി ഇയാൾ അപ്പോഴേ തടഞ്ഞു വെച്ച് അയാൾ പുറത്തു പോകാൻ അനുവദിച്ചത് കാരണം, ഇല്ലെങ്കിൽ പുറത്തു പോകാതെ ഇവർ തന്നെ അത് അപ്പം തന്നെ പിടിച്ചു നിർത്തി കോൺഫറൻസ് കൂടി കമ്മിറ്റി കൂടി എന്തെങ്കിലും ആലോചിക്കാനുള്ളത്, മീഡിയേഷൻ വയ്ക്കാനുള്ളത്, അത് ചെയ്യാതെ ഒരു ബാർ അസോസിയേഷൻ പോലീസിനെ തടഞ്ഞത് കാരണം അയാൾ പുറത്തു നിന്ന് മുൻകൂർ ജാമ്യം എടുത്ത് അയാൾക്ക് സംരക്ഷണം, അയാൾ പ്രൊട്ടക്ഷൻ ചെയ്യും. ഈ കുട്ടിയുടെ ശരീരം വേദനിച്ചത് അതിൻ്റെ ഫ്രാക്ചറും അല്ല, അത് അനുഭവിച്ച് തീർക്കണം. അല്ലാതെ ഇനി ഒന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. അയാൾ മുൻകൂർ ജാമ്യം എടുത്ത് ഇനി വിലസി നടക്കും. വേണമെങ്കിൽ അയാൾ ഈ കേസ് പറയാൻ വേണ്ടിയുള്ള കാശ് റെക്കമെൻഡേഷനോ അയാൾ വേണമെങ്കിൽ കോടിക്കണക്കിന് അയാൾ ചിലവാക്കാൻ മടിയുള്ള ആളല്ല. അയാൾ കാശ് ചിലവാക്കുക, റെക്കമെൻഡേഷൻ കാണും, അയാൾ തടിയൂരി പോവുകയും ചെയ്യും. അതാണ് ഇനിയിപ്പോൾ നടക്കാൻ പോണത്. ഈ സ്ത്രീകൾക്ക് സംരക്ഷണം ഇല്ല. അതിൻ്റെ ശരീരം വേദനിച്ചത് തന്നെ, അതാർക്കും ഇനി എടുത്തു മാറ്റാൻ പറ്റത്തില്ല. ഇപ്പം മന്ത്രിമാർ, നമ്മൾ ബഹുമാനപ്പെട്ട എം.എൽ.എ ഒക്കെ ഇടപെട്ട് എങ്കിലും ഇയാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇയാൾ മുങ്ങി നടക്കണം, ഇയാൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അയാൾ ജാമ്യം എടുക്കാൻ വേണ്ടി മുങ്ങി നടക്കുന്നതാണ്. ജാമ്യം എടുത്ത് അയാൾക്ക് നെളിഞ്ഞ് നടക്കണം. ഇനി അയാൾ കാശുകാരനാണ്. അയാൾ കാശുകാരനായതുകൊണ്ട് അയാൾ കാശാൽ അയാൾ പിടിച്ച് നിന്നോളും തൻ്റെ ഇടത്തോടുകൂടെ. ഇങ്ങനെയുള്ള ലോകത്ത് കുറേ പുരുഷന്മാർ കിടപ്പുണ്ട്, സാമർഥ്യമുള്ള പുരുഷന്മാർ, മറ്റുള്ള ലേഡീസിനെയും മറ്റുള്ള പാവങ്ങളെയും ദ്രോഹിക്കാൻ വേണ്ടിയിട്ടും കുറച്ച് അഹങ്കാരം കൂടാനും ധിക്കാരം കാണിച്ച് നടപ്പുണ്ട്. ഇങ്ങനെയുള്ളവരെ നിർത്താൻ ഒരു നിയമവകുപ്പ് വേണം. ഇവരെ ലുക്കൗട്ട് നോട്ടീസ് ഇട്ട് ഇയാളെ എന്നേ പിടിക്കാമായിരുന്നു. അപ്പം ഇതിൻ്റെ പുറകിലേക്ക് നാടകീയമായി കളിക്കുന്ന ഉന്നതന്മാർ ഇതിൻ്റെ പുറകിലുണ്ട്. ഇതാണ് ഇനി ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ വനിതാ കമ്മീഷനല്ല, ഏത് പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ടാലും ശരി, ഇയാൾ പണത്തിൻ്റെ മീതെ പരുന്തും പറക്കും എന്നുള്ള രീതിയിലാണ് ഇയാളെ ഓട്ടം. അയാളെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേറെ ഫോൺ, അയാൾക്ക് 5-6 ഫോൺ കാണും. അപ്പോൾ നമ്പർ അറിയാത്ത ഫോൺ കാണും, അല്ലെങ്കിൽ വേറെ ഒരാളിൻ്റെ സിമ്മ് ഇട്ട് അയാൾക്ക് സംസാരിക്കാൻ സാധിക്കും, ഇയാൾ എവിടെ ഉണ്ടെന്ന് അറിയാതിരിക്കാൻ. അതൊക്കെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യാനായിട്ട് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു അഡ്വക്കേറ്റിനെ ഈ ബാർ അസോസിയേഷൻകാർ വെച്ച് പുലർത്തിയത് തന്നെ നാണക്കേടായിട്ടുള്ള കാര്യമാണ്. തക്കതായ ശിക്ഷാ നടപടി ഉണ്ടായേ തീരൂ. ഈ കുട്ടി ഈ